ഉറങ്ങിക്കിടക്കുമ്പോൾ എത്ര ശ്രമിച്ചിട്ടും എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥ. 10ൽ 4 ആളുകൾക്കും അനുഭവപ്പെടാൻ സാധ്യതയുള്ള സ്ലീപ്പിംഗ് പാരലൈസിസ്. എന്താണ് സ്ലീപ്പിംഗ് പാരലൈസിസ്? കേൾക്കുമ്പോൾ കുറച്ച് ഭയാനകമായിട്ട് തോന്നുമെങ്കിലും അത്ര ഭയാനകമാണോ ഇത്? എന്താണ് സ്ലീപ്പിംഗ് പാരലൈസിസ്? രാത്രി ഉറങ്ങുന്നതിനിടയിൽ ബോധം വരിക, പക്ഷേ ചലനശേഷിയില്ല, സംസാരശേഷിയില്ല, പക്ഷേ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി അറിയാൻ കഴിയും. റൂമിന്റെ ഒരു ഭാഗത്ത് നിന്നും നിങ്ങളൊന്ന് ചിന്തിച്ചാൽ തന്നെ പേടിപ്പെടുത്തുന്ന രൂപം നിങ്ങളുടെ അടുത്തേക്ക് വന്ന് ദേഹത്ത് കയറിയിരുന്ന് നിങ്ങളുടെ കഴുത്ത് ഞെരിക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് എഴുന്നേൽക്കാനോ അനങ്ങാനോ ഒച്ച വയ്ക്കാനോ കഴിയുന്നില്ല. ശ്വാസം മുട്ടുന്നു. 30 സെക്കൻഡിൽ കൂടുതൽ ഇങ്ങനെ കിടന്നു പോകുന്നു. പെട്ടെന്ന് ചലനശേഷി കിട്ടുന്നു. മുന്നിലുള്ള രൂപം അപ്രത്യക്ഷമാകുന്നു. ഇങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെയാണ് സ്ലീപ്പിംഗ് പാരലൈസിസ് എന്ന് വിളിക്കുന്നത്. 10ൽ 4 പേർക്കും സ്ലീപ്പിംഗ് പാരലൈസിസ് അനുഭവപ്പെടുമെന്ന് സൈക്യാട്രിസ്റ്റുകൾ പറയുന്നു. ശരിക്കും സ്ലീപ്പിംഗ് പാരലൈസിസ് ഉണ്ടാകുന്നത് നിങ്ങൾ ഉറക്കത്തിലോ പൂർണ്ണ ബോധത്തിലോ ഉള്ളപ്പോഴല്ല, അതിന്റെ ഇടയ്ക്കുള്ള ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അതിലാണ്. ബോധം കുറച്ചുണ്ടെങ്കിലും ശരീരം പാരലൈസിസ് ആയ അവസ്ഥ. ആ സമയത്താണ് നിങ്ങളെ പേടിപ്പെടുത്തുന്ന മുൻപ് പറഞ്ഞിട്ടുള്ള പോലുള്ള സംഭവങ്ങൾ ഉണ്ടാവുക. ചിലപ്പോൾ ആ രൂപം ഒന്നും ചെയ്യാതെ നിങ്ങളുടെ അടുത്ത് വന്ന് വെറുതെ ഇരിക്കും. ചിലപ്പോൾ ആക്രമിക്കും. നിങ്ങൾക്ക് ഇതെല്ലാം കാണാനും അനുഭവപ്പെടാനും പറ്റുന്നുണ്ടെങ്കിലും പ്രതികരിക്കാൻ കഴിയില്ല. ചില ആളുകൾക്ക് ഈ രൂപങ്ങൾ ഒന്നും കാണാതെ തന്നെ സ്ലീപ്പിംഗ് പാരലൈസിസ് ഉണ്ടാകാറുണ്ട്. ഇത് അനുഭവപ്പെടുമ്പോൾ ആരായാലും ഒന്ന് വിറച്ചു പോകും. കുറച്ച് പേടി കൂടിയുള്ള ആളാണെങ്കിൽ പറയണ്ട. ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആളുകൾക്ക് സ്ലീപ്പിംഗ് പാരലൈസിസ് അനുഭവപ്പെട്ടിരിക്കണം. നിങ്ങളെ പേടിപ്പെടുത്തിയതും നിങ്ങൾ സ്വപ്നമാണെന്ന് വിചാരിച്ചതും ചിലപ്പോൾ ഇതായിരിക്കാം. ഇതൊരു തോന്നൽ മാത്രമാണോ? നിങ്ങളുടെ അനുഭവം എന്തായാലും പറയുക. ഇങ്ങനെ ഉണ്ടാകുന്നതിന്റെ ശാസ്ത്രീയ വശം റൂമിൽ ശ്വസിക്കാൻ ആവശ്യമായ ഓക്സിജൻ ഇല്ലാത്തതിനാലാണ്. ഇങ്ങനെ വരുന്ന അവസരത്തിൽ തലച്ചോറ് നമ്മളെ ഉണർത്താൻ ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണിത്. അടച്ചുമൂടിയ വായു സഞ്ചാരം ഇല്ലാത്ത റൂമുകൾ, പാചകവും ഉറക്കവും ഒന്നിച്ചുള്ള റൂമുകൾ, ഇങ്ങനെയുള്ളതിലൊക്കെ ഉറങ്ങുന്നവർക്ക് സാധാരണ ഇത് ഉണ്ടാകാറുണ്ട്. സോ കൂടുതൽ വീഡിയോസിനായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.